സെബി മേധാവി മാധവിപുരി ബുച്ചിനും ഭർത്താവ് ധവൽ ബുച്ചിനുമെതിരെയുള്ള ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. സെബി മേധാവിയുടെ രാജി, അദാനി ഗ്രൂപ്പ് പ്രശ്നത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം എന്നിവ ആവശ്യപ്പെട്ടായിരിക്കും പ്രതിഷേധം. അദാനി ഗ്രൂപ്പിന്റെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും 18 മാസത്തെ കാലതാമസത്തിന് ശേഷം സെബി മേധാവി തെറ്റായ വിവരങ്ങൾ നൽകി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് മാധവിപുരിയുടെ വിശ്വാസ്യതയും നിഷ്പക്ഷതയുമാണ് ചോദ്യം ചെയ്യുന്നതെന്നും പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനേത് പറഞ്ഞു. അദാനിയെ രാജ്യത്തെ ഏറ്റവും വലിയ ധനികനാക്കി മാറ്റാനുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട്. CBI, ED തുടങ്ങിയവയെ ദുരുപയോഗം ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാണെന്നും സുപ്രിയ കൂട്ടിച്ചേർത്തു. ഓഹരി വിപണിയിലെ കള്ളക്കളി ഗുരുതരമായ വിഷയമാണെന്നും ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. വിശ്വാസ്യതയില്ലാത്ത സെബി ചെയർപേഴ്സന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന പരാമർശവുമായി മാധുരി ബുച്ചും ഭർത്താവും രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒരു തുറന്ന പുസ്തകം പോലെയാണെന്നും ഇരുവരും പറഞ്ഞു. റിപ്പോർട്ട് ദുരുദ്ദേശപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു എന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.